ഹായ് നമസ്കാരം. സ്മാർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഗ്രീക്കിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ കുറിച്ച് നോക്കാം. സോക്രട്ടീസ്, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ വെയർ ദ മേജർ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഹൂ ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത 3 ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിരുന്നു സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. emphasized that knowledge is virtue, propagated ideas through a method of logical discussion. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലോസഫർ ആയിരുന്നു ആര്? സോക്രട്ടീസ്. അദ്ദേഹം എന്താണ് എംഫസൈസ് ചെയ്തിരുന്നത്? നോളേജ് ഈസ് വെർച്യൂ, പ്രൊപ്പഗേറ്റഡ് ഐഡിയാസ് ത്രൂ ദ മെത്തേഡ് ഓഫ് ലോജിക്കൽ ഡിസ്കഷൻ വഴി അദ്ദേഹത്തിൻ്റെ മെത്തേഡുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. രണ്ടാമത്തെ ഫിലോസഫറാണ് ആര്? പ്ലേറ്റോ, ഡിസൈപ്പിൾ ഓഫ് സോക്രട്ടീസ്. സോക്രട്ടീസിൻ്റെ ഡിസൈപ്പിളായിരുന്നു, പിൻഗാമിയായിരുന്നു. അത് എനിക്ക് ഫൗണ്ടഡ് എ സ്റ്റഡി സെൻറ്റർ കാൾഡ് അക്കാഡമി. അദ്ദേഹം അക്കാഡമി പറയുന്ന ഒരു സ്റ്റഡി സെൻറ്റർ ആരംഭിച്ചു. ഫേമസ് വർക്ക് ദ റിപ്പബ്ലിക്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദ റിപ്പബ്ലിക്. അരിസ്റ്റോട്ടിൽ, എ സ്റ്റുഡൻറ്റ് ഓഫ് പ്ലേറ്റോ അറ്റ് അക്കാഡമി. അക്കാഡമിയിലെ പ്ലേറ്റോയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു ആര്? അരിസ്റ്റോട്ടിൽ. എസ്റ്റാബ്ലിഷ്ഡ് ദി സ്റ്റഡി സെൻറ്റർ കാൾഡ് ലൈസിയം. അദ്ദേഹം ലൈസിയം എന്ന് പറയുന്ന ഒരു സ്റ്റഡി സെൻറ്റർ ആരംഭിച്ചു. ഓതർ ഓഫ് ദി ബുക്ക് പൊളിറ്റിക്സ്. അദ്ദേഹം പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കൂടിയാണ്. ഡീറ്റെയിൽസ് അബൌട്ട് ദ ഏൻഷ്യൻറ്റ് ഗ്രീക്ക് കൾച്ചർ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഹോമേഴ്സ് എപ്പിക് പോയം ഇലിയഡ് ആൻഡ് ഒഡീസി. അപ്പോൾ പുരാതന ഗ്രീക്കുകാരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഹോമറിൻ്റെ ഇതിഹാസമായിട്ടുള്ള ഇലിയഡ്, ഒഡീസി ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇലിയഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. The Iliad is the story of the war waged by the Greek against the city of Troy. അപ്പോൾ ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിൻ്റെ ഒരു കഥയാണ് എന്തിൽ പറയുന്നത്? ഇലിയഡിൽ പറയുന്നത്. ദ ഗ്രീക്ക് ആർമി കുഡ് നോട്ട് വിൻ ഈവൻ ആഫ്റ്റർ ദ വാർ ദാറ്റ് ലാസ്റ്റഡ് 4 years. വർഷങ്ങൾ, കുറേ വർഷം, 4 വർഷത്തെ കാലം എന്ത് ചെയ്തു? ഈ യുദ്ധം നീണ്ടിട്ട് എന്ത് ചെയ്യുന്നു? വിജയം ഉറപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. They built a large wooden horse. The best Greek warriors were made to hide inside the horse and it was left to way to the Troy city. അപ്പോൾ എന്താണ്? ഒരു മരക്കുതിര ഉണ്ടാക്കി. എന്നിട്ട് അവരുടെ മികച്ച പോരാളികളെ ഈ കുതിരയ്ക്ക് ഉള്ളിലാക്കി നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ഈ നഗരത്തിലേക്ക് പോകുന്ന വഴിയിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. The rest of the army retreated. The Trojans believed the wooden horse to be gift from the Greek who accepted the defeat. High won the victory. The Trojans brought the wooden horse inside the city. At night, when all were asleep, the Greek soldiers came out from the horse. The Greek ship which were hiding the sea rushed to Troy. The city of Troy was destroyed completely by the morning. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഈ ഗ്രീക്കുകാർ തോൽവി സമ്മതിച്ചിട്ട് ഇവർക്ക് നൽകിയ സമ്മാനമെന്നാണ് അവരത് കരുതിയിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അവർ എന്ത് ചെയ്തു? വിജയത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്തു? ഈ മരക്കുതിരയും കൊണ്ട് എന്ത് ചെയ്തു? സിറ്റിക്കകത്തേക്ക് പോയി. അപ്പോൾ എന്ത് ചെയ്തിട്ട് സിറ്റിക്കകത്ത് എല്ലാവരും രാത്രി ഉറക്കത്തിൽ കുതിരയ്ക്കുള്ളിൽ നിന്ന് ഗ്രീക്ക് ഭടന്മാരെന്ത് ചെയ്തു? ഇറങ്ങി ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇടിച്ചു കയറി. എന്ത് ചെയ്തു? പ്രഭാതമായപ്പം ട്രോയ് നഗരം പൂർണ്ണമായിട്ട് നശിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റോറിയാണ് ഏത്? ഇലിയഡ് എന്ന് പറയുന്നത്. അപ്പം ഗ്രീക്ക് ഇതിഹാസങ്ങളാണ്, എപ്പിക്സ് ആണ് ഏതൊക്കെ? ഇലിയഡ് ആൻഡ് ഒഡീസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഗ്രീക്കുകാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, പേർഷ്യൻ എംപയർ. Friends, our country Iran has Persian cultural heritage. The Persian Empire was the most important empire that existed at that time. The Persian Empire was the mixture of diverse culture, language and traditions as different geographical territories were part of the empire. The Persepolis was the capital of this empire. നോക്കിയേ, അടുത്ത ആൾ പറയാണ് ഞങ്ങളുടെ നഗരം, രാജ്യമായിട്ടുള്ള
ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകത്തിൽ ഉൾക്കൊള്ളുന്ന ഒന്നാണ് അല്ലേ. പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ്, ഇറാൻ എന്ന് പറയുന്നത് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജിൽ വരുന്ന ഒരു ഇതാണ്. പേർഷ്യ വാസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എംപയർ ദാറ്റ് എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അക്കാലത്ത് നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. പേർഷ്യൻ എംപയർ വാസ് ദ മിക്സ്ചർ ഓഫ് ഡൈവേഴ്സ് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ട്രഡീഷൻസ്. ദി ഡിഫറൻറ്റ് ജോഗ്രഫിക്കൽ ടെറിട്ടറീസ് വെയർ ദ പാർട്ട് ഓഫ് ദി എംപയർ. അപ്പോൾ എന്താണ് അവിടുത്തെ ഭൂപ്രദേശങ്ങളും അത് കണക്കത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളും ഭാഷയും പാരമ്പര്യവും ഒക്കെ എന്ത് ചെയ്തു ഒത്തുചേർന്നതായിരുന്നു നമ്മുടെ പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. പെർസിപ്പോളിസ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദി എംപയർ. പെർസിപ്പോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഏത് സാമ്രാജ്യം? പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നു? ഇറാൻ ഹാസ് പേർഷ്യൻ കൾച്ചർ ഹെറിറ്റേജ്. ദി എംപയർ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എംപയർ എക്സിസ്റ്റഡ് ഇൻ ദി ടൈം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ പ്രോമിനൻറ്റ് റൂളർ ഓഫ് ദി പേർഷ്യൻ എംപയർ വാസ് സൈറസ്, ഡാരിയസ് ഫസ്റ്റ് ആൻഡ് സെർസസ്. ഇവരായിരുന്നു പ്രധാനപ്പെട്ട റൂളേഴ്സ്. ആരൊക്കെയായിരുന്നു? സൈറസ്, ഡാരിയസ് ആൻഡ് സെർക്സിസ്. ദ പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. പേർഷ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണ സംവിധാനങ്ങൾ. എങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങളായിരുന്നു നോക്കിയേ. ദ വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു സെവറൽ സത്രാബീസ് ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. നോക്കിയേ, വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു സത്രാബീസ്. സത്രാബി എന്ന് പറഞ്ഞാൽ പ്രോവിൻസുകൾ, പ്രവിശ്യകളായിട്ട് വിഭജിച്ചിരുന്നു. ഭരണ സൗകര്യത്തിന് വേണ്ടി സാമ്രാജ്യത്തെ എന്തായിട്ട് തിരിച്ചിരുന്നു? പ്രവിശ്യകളായിട്ട് തരംതിരിച്ചിരുന്നു. ദി സത്രാബീസ് വെയർ അണ്ടർ ദ ഗവർണേഴ്സ് നോണസ് സത്രപ്സ്. അപ്പോൾ ഈ സത്രാബികളെ ഗവർണറുടെ കീഴിലായിരുന്നു. ഈ ഗവർണറെ സത്രാബീസുകളെന്ന് സത്രപ്സ് എന്ന് വിളിച്ചിരുന്നു. എന്താണ്? സത്രാബീസിൻ്റെ ഭരണാധികാരികളെ എന്തെന്ന് വിളിച്ചിരുന്നു? സത്രപ്സ് എന്ന് വിളിച്ചിരുന്നു. ദിസ് സത്രപ്സ് എൻഫോഴ്സ്ഡ് ദി ലോ ആൻഡ് ടാക്സ് സിസ്റ്റം ഓഫ് ദി കിങ്സ് ഇൻ ദി സത്രാബീസ്. അപ്പോൾ ഈ ഇവിടുത്തെ എന്താണ് നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും ഒക്കെ നടപ്പിലാക്കിയിരുന്നത് ഈ സത്രാബീസുകളായിരുന്നു. സൊറാസ്ട്രിയനിസം ഫിലോസഫി. നോക്കിയേ, സൊരാസ്ട്രിയനിസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മതം അവിടെ രൂപം കൊണ്ട്. നോക്കിയേ, ദ സൊരാസ്ട്രിയനിസം ഫിലോസഫി ഒറിജിനേറ്റഡ് ഇൻ പേർഷ്യ. പേർഷ്യയിലാണ് സൊരാസ്ട്രിയനിസം ഫിലോസഫി രൂപം കൊണ്ടത്. സൊരാസ്ട്രിയനിസം ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഫൗണ്ടഡ് ബൈ സൊരാസ്ട്രാണ് സൊരാസ്ട്രിയൻ ഫിലോസഫി ആദ്യമായിട്ട് സ്ഥാപിച്ചത്. ബിലീവ്ഡ് ഇൻ ഓൺ ഗോൾഡ് കാൾഡ് അഹൂര മസ്ത. അപ്പോൾ അഹൂര മസ്ത എന്ന് പറയുന്ന ഒരു ദൈവത്തിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. സെൻറ്റ് അവസ്ഥ വാസ് ദ റിലീജിയസ് ടെക്സ്റ്റ്. അപ്പോൾ സൊരാസ്ട്രിയനിസത്തിൻ്റെ മതഗ്രന്ഥം, റിലീജിയസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സെൻറ്റ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഏത് പേർഷ്യൻ സാമ്രാജ്യം. നെക്സ്റ്റ് റോമൻ എംപയർ. ഹൈ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് എലീന. മൈ കൺട്രി ഇറ്റലി വാസ് ദ പാർട്ട് ഓഫ് ദി റോമൻ എംപയർ. അടുത്തത് എലീനയാണ്. അവളുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ഏത് രാജ്യത്തെക്കുറിച്ചാണ്? ഇറ്റലിയെക്കുറിച്ച്. ഇറ്റലി എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. ദ സിറ്റി ഓഫ് റോം ഈസ് കൺസിഡേർഡ് ടു ബി ദ ബർത്ത് പ്ലേസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ അല്ലേ. വെസ്റ്റേൺ പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമാണ് ഏത്? റോം എന്ന് നമുക്ക് പറയാം. The expression all roads led to Rome itself indicate the importance of this empire. അപ്പോൾ എല്ലാ റോഡുകളും അല്ലെങ്കിൽ എല്ലാ പാതകളും റോമിലേക്ക് എന്നാണ് ഒരു എന്താണ് ഒരു പ്രോവർബ് പോലെ നമ്മൾ പറയുന്നത്. അത് നമുക്ക് എന്താണ് നാഗരികതയുടെ അല്ലെങ്കിൽ പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായി റോമിനെ കണക്കാക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്.
In early days, Rome was monarchy. However, in course of time, rebellion arose against the rulers who were not concerned about the people where monarchy ended in 6th century BC. അപ്പോൾ ആദ്യകാലത്ത് റോമിൽ രാജഭരണമായിരുന്നു, രാജാക്കന്മാരാണ് ഭരണം നടത്തിയിരുന്നത്. പിന്നെ ആയപ്പോൾ എന്ത് ചെയ്തു, ജനങ്ങളുടെ നന്മയൊന്നും ആഗ്രഹിക്കാത്ത ഭരണാധികാരികൾക്കെതിരായിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു, കലാപം നടത്തുകയും 6ാം നൂറ്റാണ്ട് BCE 6th സെഞ്ച്വറിയിലായപ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ രാജഭരണം അവസാനിക്കുകയും ചെയ്തു. Then a new system of government called republic came into existence in Rome. അപ്പോൾ പുതിയ ഒരു ഭരണ സംവിധാനം, റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ നടപ്പിലാക്കി. The rise of the republic was the major turning point in the history of the ancient Rome. റോമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഏതിൻ്റെ റൈസ് എന്ന് പറയുന്നത് ഉദയം, റിപ്പബ്ലിക്കിൻ്റെ ഉദയം എന്ന് പറയാം. അപ്പോൾ ഇത് എത്രയുമാണ് റോമിനെ കുറിച്ച് എലീന അവളുടെ പ്രസംഗത്തിൽ പറയുന്നത്. In Roman Republic, instead of the king, governors was entrusted to elect the official known as consuls. അപ്പോൾ നോക്കിയേ, റിപ്പബ്ലിക് സംവിധാനത്തിന് രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. ഇൻ ദി 1st century BCE, ജൂലിയസ് സീസർ ഹു ഹെൽഡ് ദ ഓഫീസ് ഓഫ് കൺസൽ എൻറ്റഡ് ദ റിപ്പബ്ലിക്കൻ സിസ്റ്റം ആൻഡ് അസ്യൂംഡ് ദ പവർ ആസ് എ ഡിക്റ്റേറ്റർ. അപ്പോൾ എന്ത് ചെയ്തു, 1ാം നൂറ്റാണ്ടിലെ ജൂലിയസ് സീസർ അദ്ദേഹം എന്ത് ചെയ്തു, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഭരണ സംവിധാനം അവസാനിപ്പിച്ചു വീണ്ടും റോമിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയും അതൊരു ഏകാധിപതിയായിട്ട് എന്ത് ചെയ്തു, റോമൻ സാമ്രാജ്യം ഭരിക്കുകയും ചെയ്തു. It was during the reign of Augustus that the Roman Republic transitioned completely in Roman Empire. അതിനുശേഷം എന്ത് ചെയ്തു, അഗസ്റ്റസിൻ്റെ ഭരണകാലത്ത് റോമൻ റിപ്പബ്ലിക്ക് പൂർണ്ണമായും റോമ സാമ്രാജ്യമായി മാറി. അപ്പോൾ റോമൻ റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത് റോമ സാമ്രാജ്യം എന്ന പേരിലേക്ക് മാറുകയും ചെയ്തു. വിത്ത് ദിസ് എംപറർ ബിക്കെയിം ദ സുപ്രീം റൂളർ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, എംപറർ ചക്രവർത്തിയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത ഭരണാധികാരി എന്ന രീതിയിലേക്ക് രാജ്യം മാറുകയും ചെയ്തു. ഫീച്ചേഴ്സ് ഓഫ് ദി റോമൻ എംപയർ, റോമ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. റോമൻ എംപയർ വാസ് എ വാസ്റ്റ് എംപയർ ദാറ്റ് സ്പ്രെഡ് എക്രോസ് യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക ആൻഡ് വെസ്റ്റേൺ ഏഷ്യ. അപ്പം യൂറോപ്പിലെയും വടക്കൻ ആഫ്രിക്ക അല്ലെങ്കിൽ ഏഷ്യ എന്നിവിടങ്ങളിൽ ഒക്കെ വ്യാപിച്ചു കിടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യമായിരുന്നു ഏത് സാമ്രാജ്യം? റോമൻ സാമ്രാജ്യം. The Roman emperor was known as Princeps, the first citizen. അപ്പോൾ റോമനിലെ രാജാക്കന്മാരെ അല്ലെങ്കിൽ ചക്രവർത്തിമാരെ പ്രിൻസപ്പ് എന്ന് അറിയപ്പെടുന്നു. പ്രിൻസപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ, പ്രഥമ പുരുഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹത്തിനാണ് രാജ്യത്തിൻ്റെ ഏറ്റവും പരമാധികാരി. The system of governance led by the princeps was called principate. അപ്പോൾ പ്രിൻസപ്പ് തലവനായിട്ടുള്ള ഈ ഭരണ സംവിധാനം പ്രിൻസിപ്പേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? പ്രിൻസിപ്പേറ്റ് എന്ന പേരിലാണ് ഭരണ സംവിധാനത്തെ അറിയപ്പെട്ടിരുന്നത്. അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം. അഗസ്റ്റസ് ആണ് ഈ ഭരണരീതി പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്ന ഭരണരീതി ആവിഷ്കരിച്ചത്. There was a strong army that did service of the regular wages. അപ്പം വേജസ്, വേതനം എന്ന് പറഞ്ഞാൽ ശമ്പളം കൈപ്പറ്റി എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്ന ഒരു ആർമി ഉണ്ടാക്കുകയും ചെയ്തു. കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് റോമിൻ്റെ കൾച്ചറലായിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ദ കോൺട്രിബ്യൂഷൻ ഓഫ് റോം റിമെയിൻ ഇൻ ഏരിയാസ് സച്ച് ആസ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് അർബൻ പ്ലാനിങ്. അപ്പം ലാംഗ്വേജിൽ ഭാഷയ്ക്കായാലും അത് എനിക്ക് സാഹിത്യത്തിലും കലയ്ക്കും അത് എനിക്ക് തന്നെ നഗരവൽക്കരണത്തിലും ഒക്കെ അല്ലേ റോം വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അക്വേഡക്റ്റ്
aqueducts which were arched canals built to supply water and vast and open venue called Colosseum are the cultural contribution of Rome. Aqueduct എന്ന് പറയുന്ന ഒരു ആർച്ച് ഒരു കമാന രീതിയിലുള്ള എന്താണ് കനാലുകളും അതേ കണക്ക് തന്നെ കൊളോസിയം എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ സ്റ്റേജും വേദിയും എന്തോ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ ആയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് റോമാ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ദ സ്റ്റേറ്റ് ഫോർമേഷൻ